നെഹ്റു കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക്. മറ്റാരുമല്ല, കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും ഏറെ തലവേദന നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയാണ് രാഷ്ട്രീയ മോഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാനുള്ള താൽപ്പര്യമാണ് വ്യവസായിയായ റോബർട്ട് വദ്ര പ്രകടിപ്പിച്ചത്. അമേഠിയിലെ ജനങ്ങൾ ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സിറ്റിംഗ് MPയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുകയാണെന്നൊക്കെയാണ് വദ്ര പറഞ്ഞത്. അമേഠിയിലെ ജനങ്ങൾ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ മത്സരിക്കാൻ അമേഠി തിരഞ്ഞെടുക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുമാണ് വദ്ര പറഞ്ഞത്. ദീർഘകാലമായി ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമായിരുന്നു അമേഠി. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ അടിതെറ്റി. രാഹുൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു. 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ തുടർച്ചയായി അമേഠിയിൽ വിജയിച്ചിരുന്നു. രാഹുൽ ഇക്കുറി അമേഠിയിൽ മത്സരിക്കുന്നില്ല. വയനാട്ടിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേരത്തെ അമേഠിയിലും രാഹുൽ മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലിയിലെ സിറ്റിംഗ് MP സോണിയാഗാന്ധിയാണ്. എന്നാൽ സോണിയ രാജ്യസഭയിലേക്ക് മാറിയിരുന്നു. അതിനിടെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് വൈകുന്നതിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തു വന്നു. അമേഠിയുടെ ശക്തി കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. പരാജയപ്പെടുമെന്ന ഭയത്തിലാണ് കോൺഗ്രസ് എന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു. ഗാന്ധി കുടുംബത്തിൻ്റെ കോട്ടയാണ് അമേഠി എന്നാണ് പറയുന്നത്. എന്നിട്ടും അവർ എന്താണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത്? അവരുടെ ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്. 2 സീറ്റിൽ നിന്ന് രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമേഠിയിൽ തോക്കുമെന്ന് രാഹുലിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ മായാവതിയുടെയും അഖിലേഷ് യാദവിൻ്റെയും സഹായമില്ലാതെ അമേഠിയിൽ തനിച്ച് മത്സരിക്കാനും സ്മൃതി ഇറാനി വെല്ലുവിളിച്ചു. 2014 അമേഠിയിൽ ഞാൻ എത്തിയത്. എന്നാൽ അന്ന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ ജനങ്ങളെ സേവിക്കുന്നത് ഞാൻ തുടർന്നു. അവരെനിക്ക് 2019 അവസരം നൽകി. അമേഠിയിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചു. 2019 അമേഠിയിൽ ചരിത്രം രചിക്കപ്പെട്ടു, സ്മൃതി ഇറാനി പറഞ്ഞു.